കാരണം ഇത് പുതിയ അറിവാണ്ട. കുഴപ്പമില്ല. ഈ പരിപ്പില്ലേ, ഇത് കൊഴിയില്ലേ, ഈ പരിപ്പാണ് വില. ഇത് എന്തിനുപയോഗിക്കുന്നത്? ഇത് സ്വർണ്ണത്തേക്ക് ഉപയോഗിക്കുന്നതാണ്. സ്വർണ്ണത്തിനാ? കുറേ വർഷം ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാനിപ്പോൾ പാലക്കാട് പത്തനാപുരത്ത് നിന്ന് കുറച്ച് മാറിയിട്ട്, അതായത് ഞാനൊരു ചായക്കട പരിചയപ്പെടുത്തിയില്ലേ, അവിടെ ചായ പിടിക്കണം, അതിനുശേഷം വീഡിയോ എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു ചേച്ചി കൊണ്ടുവന്നിട്ട് കുറച്ച് എന്താ പറയുക വള്ളിച്ചെടി പോലെ എനിക്ക് തോന്നിയത്, അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വെച്ച് വല്ല കത്തിക്കാനായിരിക്കും, ഉണക്കിയെടുത്തിട്ട് കത്തിക്കാനായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ആ ചേച്ചി വന്നു. പക്ഷേ ചേച്ചി വീഡിയോയിൽ നിൽക്കാൻ താല്പര്യമില്ല. ഇത് 1 കിലോ പയർ, അതായത് മഞ്ഞപ്പയർ എന്നാണ് ഇവർ പറയുന്നത്, ഇതിന് വേറെന്തോ അറിയില്ല നമുക്ക്. ഈ മഞ്ഞപ്പയർ പൊട്ടിച്ച് കൊടുത്താൽ 1 കിലോയ്ക്ക് 400 രൂപ കിട്ടും. ഇതെന്തിനാണ് ഉപയോഗിക്കണമെന്ന് അറിയാമോ? സ്വർണ്ണത്തിന് എന്തോ മുക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. കറക്റ്റായിട്ട് ആ ചേച്ചിക്ക് അറിയില്ല. സ്വർണ്ണം എന്തോ മുക്കാൻ വേണ്ടി സ്വർണ്ണക്കടയിലേക്കാണ് ഈ സാധനം പോകുന്നത്. ഈ ചേച്ചിയാണ് അവിടെ ആദ്യമായിട്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ. പിന്നെ ഇപ്പോൾ ഇത് കണ്ട് എല്ലാവരും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്താ പറയുക, വീട്ടു ജോലിക്ക് പോയി രാവിലെ പോയി കഷ്ടപ്പെടണ വെച്ച് നോക്കുമ്പോൾ ഇതാരും ചോദിക്കാനും പറയാനില്ല, നേരെ കാട്ടി കയറുക സാധനം. ഇത് ബുദ്ധിമുട്ടുണ്ട്, കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഉണക്കി അത് പയറാക്കി മാറ്റുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെന്ന് പറയില്ല, എല്ലാ ജോലിക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അറിവാണ് ഇത്, നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. ആ ചേച്ചിനോട് പറഞ്ഞു ചെയ്തേ. ചേച്ചി എന്താ ഇവിടെ എന്താ പരിപാടി, ആദ്യമായിട്ട് കാണണേ, എന്നെ ആദ്യമായിട്ട് കാണണം. അപ്പോൾ ഡീറ്റെയിൽ ചോദിച്ചു. പെട്ടെന്ന് എറണാകുളത്ത് നിന്നാണ്, വെറുതെ വന്നിരിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആർക്കായാലും ഒരു ചെറിയ പേടി ഉണ്ടാവില്ല. അപ്പോൾ പുള്ളിക്കാരി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു, ഡീറ്റെയിലൊക്കെ പറഞ്ഞ്. അപ്പോൾ ഉള്ളെടുത്ത്, പക്ഷേ ക്യാമറ വയ്ക്കാൻ താല്പര്യമില്ല, കുറച്ച് സംസാരിക്കണ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ശബ്ദം സ്വർണ്ണത്തിന് മനസ്സിലായില്ല എനിക്ക്. എങ്ങനെ ആണോ? അപ്പൊ എനിക്ക് തോന്നതേ അല്ല എല്ലാവരും ഇത് 1 കിലോ എത്രയെന്ന് പറഞ്ഞത്? ഇത് എൻ്റെ വീഡിയോ കാണുന്നവർക്കും പുതിയ അറിവായിരിക്കും, എനിക്ക് പുതിയ അറിവാണ്. ഞാനിത് പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് ഇങ്ങനൊരു ഉപകാരമുള്ള ചെടിയാണെന്നുള്ള കാര്യം ഇപ്പോഴാണ് അറിയുന്നത്. ഏതായാലും കൊള്ളാം, പുതിയൊരു അറിവ്. പിന്നെ എൻ്റെ സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിൽക്കുന്ന സമയത്ത്, തട്ടാൻ ഫാമിലിയാണ്. അവനിക്ക് ഞാനിത് കാണിച്ചു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് പുതിയ അറിവാണ്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വരുന്നത് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന അവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറി മാട്ടുമല ചെകിടമല എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെയാണ്. അവിടെ ചായ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ കണ്ടതാണ്. ഞാൻ നടന്ന് താഴത്തേക്ക് പോയി, അവിടെ ഇത് പച്ച ഉണ്ടായിരുന്നു അവിടെ, അത് പോയി കണ്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ ഈ ചേച്ചി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് തരംതിരിക്കുന്നത്. അങ്ങ് ദൂരേന്ന് തലക്ക് ചുമന്ന് കൊണ്ടുവന്ന് ഇത് ഉണക്കി അത് തല്ലി അതിൻ്റെ ആ പരിപ്പ് മാറ്റിയെടുത്ത് അത് തൂക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏതായാലും ഇത് കാണാനും ഇത് മനസ്സിലാക്കാനും ആ ചേച്ചിനെ പരിചയപ്പെടാനൊക്കെ പറ്റിയതിലൊക്കെ അതിയായ സന്തോഷം. ഇത് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പറ്റിയതിലും അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ഇതേപോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുണ്ട്. നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഇവരെ കൂടുതൽ അടുത്തറിയാനും കാണാനും ഇവരുടെ ഇതൊക്കെ മനസ്സിലാക്കാനും കഴിയുള്ളൂ. മറ്റു വീഡിയോയുമായി വീണ്ടും വരും. അതുവരെ നമസ്കാരം.